ഹായ് വെൽക്കം ടു IS ഫാക്ടർ ന്യൂസ് കോൺസെപ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എപ്പോഴും ഇന്ത്യ മൊത്തം ആഘോഷിക്കുന്ന വലിയൊരു ഇവൻറ്റ് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ചില വിഭാഗം ആൾക്കാർ ഇത് ഇപ്പോഴും ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും 2025 കാര്യമാണ് പറയുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഉൾഫ, എന്താണ് ഈ ഉൾഫ, അല്ലെങ്കിൽ NSCN, അത് നാഗാലാൻഡിലെ സോഷ്യലിസ്റ്റ് കൗൺസിലാണ്. ഇവരെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ. അവരുടെ ഒരു കത്താണ് നമ്മളിതിൽ കാണുന്നത്. അതായത് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കേണ്ട, അത് ബോയ്ക്കോട്ട് ചെയ്യണം. കാരണം ഇതാണ് ഉൽഫ എന്ന് പറയുന്ന വിഭാഗം, നമ്മൾ ഇന്ത്യയുടെ ഭാഗമല്ല, വി ഡോണ്ട് ബിലോങ് ഹിയർ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉള്ളത് കൊണ്ടാണ് ഇവർ കൂടുതലും ഇത് ബോയ്ക്കോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഉൽഫ ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് ഉൽഫ? യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം എന്ന് പറയുന്ന ഇവരും ഒരുപാട് തരം, ഇപ്പോൾ നാഗാലാൻഡ് കൗൺസിൽ ഉണ്ട്, ഇപ്പോൾ ഉൽഫ തന്നെ ഉൽഫ ഐ ഉണ്ട്, ഉൽഫ ഇൻഡിപെൻഡൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഉൽഫ പ്രോ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഓർഗനൈസേഷൻ, എന്തിനു വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത്, എന്താണ് ഇവരുടെ ഡിമാൻഡുകൾ, അൾട്ടിമേറ്റ്ലി ഈ പല വിഭാഗം, പല ഗ്രൂപ്പുകളൊക്കെ എന്തിനാണ് ഉണ്ടായത്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനാണ് ഉൽഫ ഉണ്ടായത്, ഇതെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർ പറയുന്നത് ശ്രദ്ധിച്ചോ. ഈ NSC എന്ന് പറയുന്ന തന്നെ പല വിഭാഗമുണ്ട്. ഇപ്പോൾ യുങ് ഓങ് ഫാക്ഷൻ എന്ന് പറയുന്നുണ്ട്, ഐസക് ആൻഡ് മൊയ്വ എന്ന് പറയുന്ന ഒരു ഫാക്ഷൻ ഉണ്ട്. ഇവർ ഇന്ത്യ ഞങ്ങളുടെയാണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത്, ഇപ്പോഴാണ് ഇത്രയും ഇങ്ങനെയൊക്കെ വന്നിരുന്നത്, പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരു 10-20 വർഷം മുന്നേ ഒക്കെ ഇൻഡിപെൻഡൻസ് ഡേ ബോയ്ക്കോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ മെയിൻലി ബോംബ് ബ്ലാസ്റ്റുകളും അറ്റാക്കുകളൊക്കെ ഇന്ത്യയിൽ നടത്തുമായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിഫൻസ് ഫോഴ്സസ് വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇപ്പോൾ കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വെറും ബോയ്ക്കോട്ട്സേ ഉള്ളൂ. ഈ അടുത്ത് ഉൽഫ ഐ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഈ ഉൽഫ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഉൽഫയായിരുന്നു, പിന്നീട് ഇത് 2 വിഭാഗമായി തിരിഞ്ഞു, ഉൽഫ പ്രോ, ഉൽഫ ഐ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവർ മിയാൻമാറിൽ നിന്നാണ് ബേസ് ചെയ്യുന്നത്. മിയാൻമാറിൽ നിന്നാണ്, ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ അടുത്ത് ഇവരുടെ മിയാൻമാറിലുള്ള ഇവരുടെ ഏരിയാസിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നു, ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലത്തെ ഒരു സംഭവം നടന്നു. ഏകദേശം 150ഓളം ഡ്രോണുകൾ ഈ ഏരിയയിൽ പതിച്ച് മാസ് സ്കെയിലിൽ ഡെവാസ്റ്റേഷൻ നടത്തി. ഇവർ അവകാശപ്പെടുന്നത് ഇന്ത്യൻ ആർമിയുടെ സർജിക്കൽ സ്ട്രൈക്കാണ് ഇവിടെ നടന്നത് ഉൽഫയ്ക്കെതിരെ. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഡിനൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ അറ്റാക്കായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും ഉൽഫയുടെ മിയാൻമാറിലുള്ള ബേസിൽ ഒരുപാട് നേതാക്കൾ കൊല്ലപ്പെട്ടു, ആ സ്ഥലങ്ങളെല്ലാം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതും ഒരു കറണ്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ തുടങ്ങി. ഇനി ഇത് മൊത്തം മനസ്സിലാക്കണമെങ്കിൽ ഉൽഫ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവർ ഒരു ലിബറേഷൻ ഫ്രണ്ടായി മാറിയത്, എന്താണ് ഇതിൻ്റെ തുടക്കം? ഇത് രസകരമായി നോക്കുമ്പോൾ 1970 ചരിത്രം ബാക്കിലേക്ക് എടുക്കുമ്പോൾ 1970 അസം വളരെ സമ്പന്നമായ അസമാണ്. അതായത് ഇവർക്ക് ഓയിലുണ്ട്, ടീ ഉണ്ട്, അതേപോലെ ടിമ്പറുണ്ട്, ഇഷ്ടം പോലെ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും ഇവിടുത്തെ ഈ ഡെവലപ്മെൻ്റ് ഒന്നും സാധാരണക്കാരായ ജനങ്ങളിലേക്കോ സാധാരണ ആൾക്കാരിലേക്കോ ഇതൊന്നും എത്തിയില്ല. സോ എന്നും ഒരു നെഗ്ലക്റ്റിലാണ്. ഇപ്പോൾ സെൻട്രൽ നെഗ്ലക്റ്റ് എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ അസാം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഇപ്പോഴുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൽ പല ആൾക്കാരും 1960 70 യുദ്ധങ്ങളൊക്കെ കഴിയുന്ന സമയത്തും പല ആൾക്കാർക്കും അവർ ഇന്ത്യക്കാരാണെന്നൊരു തോന്നലില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴല്ലേ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നൊക്കെ പറഞ്ഞ് വളരെ പോപ്പുലറൈസ് ചെയ്യുന്നത്, സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ട്, ഇതൊന്നും അന്നില്ല. സെൻട്രൽ ഗവൺമെൻറ്റും വേണ്ടത്ര പരിഗണനയൊന്നും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും അസാമിനൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ അസാമിലേക്ക് വരുന്ന മൈഗ്രേഷൻ, ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു മൊത്തത്തിൽ ഇവരുടെ കൾച്ചർ ഐഡൻറ്റിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും 1971 വാർ, 71 ഇൻഡോ പാകിസ്ഥാൻ വാറിന് ശേഷം ബംഗ്ലാദേശ് ഫോർമേഷൻ, ഒത്തിരി ബംഗ്ലാദേശികൾ അസാമിലേക്ക് വരാൻ തുടങ്ങി. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന അതായത് അസാമിലുള്ള ആൾക്കാർ, സാധാരണക്കാർക്ക് ഒരു പേടി ഉണ്ടായി തുടങ്ങി. അതായത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ, നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമോ, നമ്മുടെ ലാൻഡ്, നമ്മുടെ ഭൂമി നഷ്ടപ്പെടുമോ, നമ്മുടെ കൾച്ചർ, ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നൊരു സ്വാഭാവികമായിട്ടൊരു ചിന്ത വന്നു. സെൻട്രൽ ഗവൺമെൻറ്റും ഞങ്ങളെ സഹായിക്കുന്നില്ല. അങ്ങനെയാണ് അവിടെയുള്ളൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, നമ്മുടെ പ്രോബ്ലം നമ്മൾ തന്നെ സോൾവ് ചെയ്യണം, അതുകൊണ്ട് നമുക്കൊരു രാജ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം. അസാം എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഒരു സോവറിൻ റിപ്പബ്ലിക് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇവരെത്തി.
അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ആദ്യകാലത്ത് സ്റ്റുഡൻസ് യൂണിയൻ അസാമിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ ആസു എന്ന് പറയുന്ന ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ആസു വലിയൊരു പങ്ക് വഹിച്ചു. ആൾക്കാരെ അണിനിർത്താനും അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഇവർ തുടങ്ങി വെച്ചു. ആദ്യകാലത്ത് ഇവർ വളരെ പീസ്ഫുൾ ആയിട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് 1979 രംഗ് ഘർ എന്ന് പറയുന്ന ഇവിടെ വെച്ചിട്ട് ഒരു വലിയ മീറ്റിംഗ് ഉണ്ടാവുകയും ഇവിടെ വെച്ചാണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം എന്ന് പറയുന്ന ഉൽഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ജനിച്ചു. അതിൽ പ്രധാന നേതാക്കൾ എന്ന് പറയുന്ന കുറേ ആൾക്കാരുടെ പേരുകൾ ഇവിടെയുണ്ട്. ഇതിൽ ആദ്യത്തെ 2 പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മൾ ഇവരെക്കുറിച്ച് നോക്കും. അതായത് പരേഷ് ബറുവയും അരവിന്ദ് രാജ്കുമാർ എന്ന് പറയുന്ന ഇവർ 2 പേരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സോവറീൻ രാജ്യം ഉണ്ടാക്കുക. അസാം എന്ന് പറയുന്ന ഒരു രാജ്യം ആംഡ് സ്ട്രഗിൾ, അതും വെറുതെ കിട്ടില്ലല്ലോ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അസാം രാജ്യമുണ്ടാക്കാൻ പറഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ. ഒരു ആംഡ് സ്ട്രഗിളിലൂടെ അസാം ഉണ്ടാക്കിയെടുക്കണം എന്നായിരുന്നു ഇവരുടെ ഒരു ആഗ്രഹം. ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. 1970കളുടെ അവസാനം 80കൾ 90കളിൽ അസാമിൻ്റെ അജിറ്റേഷനും ഒരുപാട് പ്രശ്നങ്ങൾ. ഇവർ മ്യാൻമാറിലും ഭൂട്ടാനിലും ബംഗ്ലാദേശിലൊക്കെ ഇവരുടെ ട്രെയിനിങ് ക്യാമ്പ്സ് കൊണ്ടുവന്നു, ട്രെയിനിങ് കൊടുത്തു. ആയിരക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർത്തു. ഇന്ത്യക്കെതിരെ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകൾ, അസാസിനേഷൻ ശ്രമങ്ങൾ, എക്സ്റ്റോർഷൻ, കിഡ്നാപ്പിംഗ് ഇതൊക്കെ നടത്താൻ തുടങ്ങി. സോ ഡെഫിനറ്റ്ലി ഇന്ത്യൻ ഗവൺമെൻറ് വെറുതെ ഇരുന്നില്ല. ഇന്ത്യൻ ഗവൺമെൻറ്റിന് എന്നും തലവേദനയായിരുന്നു ഈ ഉൽഫ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അസാമിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ബജ്റംഗ് നമുക്ക് കാണാൻ പറ്റും. 1990 ഓപ്പറേഷൻ റൈനോ, ഈ പറയുന്ന 2-3 ഓപ്പറേഷൻസിലൂടെ തന്നെ ഈ ഉൽഫ എന്ന് പറയുന്ന ഏജൻസീനെ ഏകദേശം ഇന്ത്യ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഹെവി ആയിട്ട് തന്നെ ഇന്ത്യ അറ്റാക്ക് ചെയ്തു. ഇവരെ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഭൂട്ടാൻ മ്യാൻമാറിലേക്ക് കടന്നു. അവിടെയും ഇപ്പോൾ ദ ക്രാക്ക് ഡൗൺ ഇൻ ഭൂട്ടാൻ ക്രാക്ക് ഡൗൺ എന്ന് പറയുന്നത് അവിടുത്തെ റോയൽ ഭൂട്ടാൻ ആർമി ഇവിടെ പതുങ്ങിയിരുന്ന ഉൽഫക്കാരെ ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഉൽഫ എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ ന്യൂട്രലൈസ് ചെയ്തത്. സോ ഈ സംഭവം ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് 2 വിഭാഗമായിട്ട് ഇവർ പിരിഞ്ഞത്. സ്വാഭാവികമായിട്ടും കുറേ കാലം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവർ 2 ഗ്രൂപ്പായിട്ട് ഇവർ സ്പ്ലിറ്റായിപ്പോയി. അതിൽ പ്രധാന സ്പ്ലിറ്റിൽ ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പാണ് ഉൽഫ പ്രോ. അരവിന്ദ് രാജ്കുമാർ, നിങ്ങൾ ഈ വ്യക്തിയുടെ പടം ഞാൻ നേരത്തെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, പ്രധാനിയായ അരവിന്ദ് രാജ്കുമാർ. അതിൽ പരേഷ് ബറുവ 2ാമത്തെ ആളാണ്. ഈ അരവിന്ദ് രാജ്കുമാരുടെ ഗ്രൂപ്പ് ഇന്ത്യൻ ഗവൺമെൻറ്റായിട്ട് പീസ്ഫുള്ളി വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. യുദ്ധത്തിനല്ല, ഞങ്ങൾ നെഗോസിയേഷന് ഓപ്പൺ ആണെന്നുള്ള രീതിയിൽ ഇവരുടെ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഇവർ ഒരു ഉൽഫ പ്രോ എന്ന് വിളിക്കുന്നത്. ഇനി ഉൽഫ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് പരേഷ് ബറുവ ലീഡ് ചെയ്യുന്നതാണ്. ഇവർക്ക് വേറെ ഒന്നുമില്ല, ആംഡ് സ്ട്രഗിൾ. ഇവർ മ്യാൻമാറിലാണ് ഒളിച്ചിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മ്യാൻമാറിലാണ്. ഇപ്പോഴും അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് ആണ്. മിലിറ്റൻറ്റ് ടെററിസ്റ്റ്, ഇതിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ലേബിൾ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. നാഗാലാൻഡ് കൗൺസിലിൻ്റെ സപ്പോർട്ടുണ്ട്. ഇവരുടെ ആഗ്രഹം ലിബറേഷൻ ഓഫ് അസാം തന്നെയാണ്. ആംഡ് റിബല്യൻ പിടിച്ചെടുക്കണം, യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവർ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴാണ് റീസെൻ്റ്ലി 2-3 മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഡ്രോൺ അറ്റാക്ക് നടത്തി, ഇന്ന് ഇവർ ഇന്ത്യ നടത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതാണ് ഉൽഫ എന്ന് പറയുന്നത് പരേഷ് ബറുവ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഇൻഡിപെൻഡൻസ് ഡേ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഉൽഫ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്താണ് അസാമിൻ്റെ പ്രോബ്ലം, എന്തുകൊണ്ടാണ് ഉൽഫ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ജനിച്ചതും ഇന്ന് അവർക്ക് എന്താണ് വേണ്ടത്. ഇന്ന് ഉൽഫ ഉണ്ട്, ഉൽഫ പ്രോ ഉണ്ട്. ഉൽഫ എന്ന് പറയുന്ന ഏജൻസീനെ എങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാൻഡിൽ ചെയ്തതും ഒക്കെ നമുക്കിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനി ഡെഫിനറ്റ്ലി ഉൽഫ എന്ന് പറയുമ്പോൾ ഈ ചരിത്രവും നമുക്ക് ഓർമ്മ വരണം. സോ ഇതായിരുന്നു ഇന്നത്തെ ടോപ്പിക്. അടുത്ത ഡിസ്കഷനിൽ നമുക്ക് നോക്കാം. സോ താങ്ക് യു ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ IS Factor. I am Arjun R. Shankar. See you in the next session.